പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് കട്ടപ്പനയിലേക്ക് പോയി വരാം. ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മുൻ പ്രസിഡന്റിനെതിരെ കുടുംബം. CPM മുൻ ഏരിയ സെക്രട്ടറി VR സജിയും ബാങ്ക് സെക്രട്ടറി റെജിയും നിരന്തരം അപമാനിച്ചുവെന്നും പണം ആവശ്യപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി റിപ്പോർട്ടറിനോട് പറഞ്ഞു. സാബുവിനെ സജി ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണവും റിപ്പോർട്ടർ പുറത്തുവിട്ടു. സാബുവിന് അടികിട്ടേണ്ട സമയം കഴിഞ്ഞുവെന്നായിരുന്നു സജിയുടെ ഭീഷണി സന്ദേശത്തിന്റെ മറുപടി ചോദിച്ചപ്പോൾ കോഫി വിത്ത് തരുണിൽ CPM ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് പ്രതികരിക്കാൻ തയ്യാറാകാതെ ഒഴിഞ്ഞുമാറുകയും ചെയ്തു. പ്രതികരണങ്ങൾ നമുക്ക് കേട്ടുവരാം. ഈ മാസം പൈസ നിങ്ങൾക്ക് പറഞ്ഞതിൽ പകുതി പൈസ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക്. എന്റെ സഹാവേ, നിങ്ങൾ എന്നിട്ട് വിഷയമൊന്നും മാറ്റണ്ടോ? നമ്മളത് അതിട്ട് വിടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹോദരനെ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടോ. പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമാണ് പരിപാടി പണി മനസ്സിലാക്കി തരാം. എന്റെ പൊന്നു സഹാവ് അയാൾ എന്നെ ഉപദ്രവിച്ചത് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ആശുപത്രി കേസ് ഉണ്ടെന്ന് പറയാം. നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ് ഞാനൂടെ കൂടി അവരെ വഴക്ക് പറഞ്ഞ് ഓരോ കാര്യങ്ങളും ചെയ്യിച്ചോണ്ടിരിക്കുക. അവിടെ അവരെന്താ പറഞ്ഞേക്കുന്ന പോലും എനിക്ക് അറിയത്തില്ല. അവരങ്ങനെ കള്ളവൊന്നും പറയല്ല. നിങ്ങളെ കുറിച്ച് ബാങ്ക് ജീവനക്കാർ ബാങ്ക് അതിനു വേണ്ടി കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ഞങ്ങള് പരമാവധി ക്ഷമയോടെ അത് പോവാണ്. അവരെല്ലാം ഞാൻ എപ്പോഴും നിന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ പൊന്നു സഹാവെ, ഞാൻ നിങ്ങളതിനെ അനുഭവിക്കുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കിക്കോളൂ. അത് ഞങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായത് 1.5 വർഷമായിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പണമില്ലാത്തതല്ല, അവർ ഹരാസ് ചെയ്തതാണ് ഏറ്റവും പ്രശ്നമായത്. റെജി തന്നെയല്ലേ എല്ലാവരും ഉണ്ടാക്കി. എല്ലാവരും നമ്മളോട് ശരിക്കും പെരുമാറിയിട്ടുണ്ട്. റെജി ഞങ്ങളോട് ഭയങ്കരമായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വർത്താനം. ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞത്, നിൻ്റെ അമ്മയ്ക്ക് ക്യാൻസറായിട്ടാണ് നീ വന്നേക്കുന്നത്, പൈസയ്ക്ക് വന്നേക്കുന്നതെന്ന് പറഞ്ഞു. അന്ന് ഞാൻ കരഞ്ഞു പോയി അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു. പ്രസിഡന്റ് സെക്രട്ടറി 15 ലക്ഷം രൂപ കിട്ടാനുണ്ട് ശരിക്കും. അപ്പോൾ അതിനിയും കിട്ടുകയില്ലെന്നുള്ള ഒരു ചിന്തയിലോട്ടായി. ഇനി എനിക്ക് പോകാൻ പറ്റുകയല്ലടി എന്ന് എന്നോട് പറഞ്ഞു. സാബു എന്നെ ഉദ്ദേശിച്ചതെന്നറിയത്തില്ല. കാരണം അതുപോലെ ഒരു ഭീഷണി കിട്ടിയത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ടെലിഫോൺ സംഭാഷണം ഞാനത് നേരിട്ട് കേട്ടിട്ടില്ല. അതിൻ്റെ പ്രതികരണം VR സജിയോട് തന്നെ ചോദിക്കലാണ് ഉചിതം. അടി വാങ്ങേണ്ട ആളാണ് എന്ന് സാബുവിനോട് പറയുന്നത് താങ്കൾ കേട്ടില്ലേ ശ്രീ മാത്യു ജോർജ്? ഇല്ലാതെ സംബന്ധിച്ചൊന്നും പ്രതികരിക്കാൻ ഞാനില്ല. ഒരു ആശുപത്രി കേസിൽ ഭാര്യയെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി സർജറി കഴിഞ്ഞ് 2 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് ആശങ്കപ്പെട്ടിരിക്കുന്നൊരു മനുഷ്യൻ ബാങ്കിൽ വന്ന് ചോദിക്കുമ്പോൾ അയാളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ബാങ്ക് അധികൃതർ പ്രവർത്തിക്കേണ്ടതല്ലേ? പണം ഇല്ലെങ്കിൽ ആ കാര്യം പറഞ്ഞ് മറ്റേതെങ്കിലും തരത്തിൽ ഏർപ്പെടുത്തി കൊടുക്കേണ്ടതല്ലേ? അയാൾ വൈകാരികമായി പ്രതികരിച്ചാൽ പോലും ബാങ്ക് അധികൃതർ അങ്ങനെ ഇടപെടുന്നത് ശരിയാണോ? അല്ല, നമ്മുടെ ബോധ്യത്തിൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അന്വേഷണങ്ങൾ നടക്കട്ടെ. മാത്യു, ഇതിനകത്ത് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ? അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു പ്രാഥമിക അറിവ് ഉണ്ടാവില്ലേ? ശരി, കോള് കട്ട് ചെയ്യൂ. മാത്യു ജോർജ് കോള് കട്ട് ചെയ്യൂ. ഇത് കട്ടപ്പന ഏരിയ സെക്രട്ടറിയുടെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്. സാബുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തും. സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ് രാജാക്കാട്, പാർട്ടി അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് അല്ലേ സന്ദീപ് രാജാക്കാട്? ഇപ്പോൾ നമ്മൾ എല്ലാവരുടെ പ്രതികരണങ്ങളും കൊടുത്തു. പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഭരണസമിതി അംഗങ്ങളുടെ മൊഴി എടുത്തേ മതിയാകൂ. അന്ന് അവിടെ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ CCTV ദൃശ്യങ്ങളും ശേഖരിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലവിൽ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിരിക്കുന്ന ഈ ടെലിഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ നിലനിൽക്കാൻ സാധ്യത കൂടുകയാണല്ലേ സന്ദീപ്? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, അത്തരത്തിൽ തന്നെയാണ്. ആ ഒരു നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നെന്തായിരുന്നാലും ഈ ഓഡിയോ സന്ദേശമടക്കം പുറത്തു വന്നതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിരോധം CPMനെ ആക്കിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഉന്നത നേതൃത്വങ്ങൾ പ്രതികരിക്കും എന്ന തരത്തിൽ മാത്യു ജോർജ് അടക്കം നമ്മോട് പ്രതികരിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായിരുന്നാലും ആ കുടുംബത്തിൻ്റെ ആവശ്യം നീതി കിട്ടണം എന്നത് തന്നെയാണ് അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ തീരുമാനം ആകുന്നത് വരെ പ്രതിഷേധം തുടരുമെന്ന നിലപാടിലായിരുന്നു മറ്റ് രാഷ്ട്രീയ സംഘടനകളൊക്കെ കൂടി. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരുന്നതും സംസ്കരിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്ന UDFും കോൺഗ്രസും അടക്കമുള്ള സംഘടനകളുമായി വീട്ടിലെത്തി കുടുംബക്കാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തീരുമാനം ആകുന്നതിനനുസരിച്ചായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് UDF ചെയർമാൻ നമ്മോടൊപ്പമുണ്ട്. ഇപ്പോൾ പ്രതിഷേധം തുടരുമെന്ന് പറഞ്ഞിരുന്നു. ഏത് തരത്തിലാണ് ഇപ്പം കുടുംബം ഈ സംസ്കാരം മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുമുണ്ട്. നമുക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ കുടുംബത്തിന് ഒരു നീതി കിട്ടുക എന്നുള്ളൊരു കാര്യത്തിൽ നമുക്കൊരു വിട്ടുവീഴ്ചയും ചെയ്യാനായിട്ട് കഴിയില്ല.
മൃതദേഹം സംസ്കരിക്കുക എന്നുള്ള മാനുഷികമായ ഒരു ഭാഗവും അതിനകത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതൊരു ബാഹ്യ പ്രേരണയാൽ നടന്ന ആ ഒരു ആത്മഹത്യയാണ്. അല്ലാതെ ഒരു അസ്വാഭാവിക മരണമല്ല. സ്വാഭാവിക മരണമായിരുന്നെങ്കിൽ വീട്ടിൽ നടന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇത് ബാഹ്യ പ്രേരണയാൽ നടക്കപ്പെട്ട ആ ഒരു ആത്മഹത്യ എന്നുള്ള നിലയിൽ ആ ബാഹ്യ പ്രേരണ എവിടെ നിന്നുണ്ടായി, എന്താണ് ആ ഒരു മനുഷ്യനെ ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി അതിന് കാരണക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ പോലീസ് തയ്യാറാവണം. ഈ കുടുംബത്തിന് അവരുടെ ഒരു കഴിഞ്ഞ കാലത്തെ എത്രയോ കാലങ്ങളായി അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണവും മുതലുമൊക്കെയാണ് അവർക്കിപ്പോൾ അവർക്ക് ഉപകരിക്കാത്ത നിലയിൽ ഉപകരിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, അവരുടെ കുടുംബനാഥൻ വരെയും നഷ്ടപ്പെടുന്ന ഒരു നിലയിലേക്കാണ് ആ ഒരു സ്ഥിതി എന്നെത്തിയത്. ആലോചിച്ച് കഴിയുമ്പോൾ എത്രയോ ദാരുണമായ ഒരു സ്ഥിതിയാണ് ആ കുടുംബത്തിനുണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു പൊതുസമൂഹത്തിന് അത് കണ്ടില്ല എന്ന് വെച്ച് നമുക്ക് പോകാനായിട്ട് നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഭരണകൂടം, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ട പോലീസ്, ഇക്കാര്യത്തിൽ അവർക്ക് ആശ്വാസം പകരേണ്ട ഭരണകൂടം ഇതിനകത്ത് ഇടപെട്ട് അവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും അവർക്ക് മുമ്പോട്ടുള്ള ഒരു കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ആശ്വാസകരമായ ആ ഒരു നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ നിവൃത്തിയുള്ളൂ. അതിന് അത്തരമൊരു ഉറപ്പ് ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചാൽ മാത്രമേ സംസ്കാരം ആ ഒരു ഘട്ടം ഉണ്ടായതിനു ശേഷം മാത്രമേ നമുക്ക് സംസ്കാരത്തിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ. എന്തായാലും ഡോക്ടർ അരുൺകുമാർ അത്തരത്തിൽ തന്നെയാണ് ഈ സംസ്കാര ചടങ്ങുകളടക്കം നടത്തുന്നതിന് കുടുംബവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത്, UDFന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ഈ ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായിരുന്നാലും ആ ഒരു കാര്യത്തിൽ വ്യക്തത വന്നാൽ മാത്രമേ, അതായത് പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ആ ഒരു നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ കുടുംബം വലിയ ഒരു മാനസിക സംഘർഷത്തിലുമാണ്. അതുകൊണ്ട് തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ ഇന്നതാണ്, മുമ്പോട്ട് സ്വീകരിക്കാൻ പോകുന്നത് ഇന്നതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കുടുംബം ആ ഒരു കാര്യത്തിൽ ഈ പ്രതിഷേധം ആരംഭിച്ചത് കൊണ്ട് തന്നെ അതിൽ നിൽക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് നടപടികൾ, ഇപ്പോൾ CPM-വുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കുമോ എന്നതിനെ സംബന്ധിച്ചുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ആ പാർട്ടി ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്ന ഊരാക്കുടുക്ക് കട്ടപ്പനയിൽ ചെറുതല്ലാത്തതാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിട്ട ഈ ശബ്ദരേഖയടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. അക്കാര്യത്തിലുള്ള പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. താങ്ക് യു സന്ദീപ്.